വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, ഈ കേരളത്തിലെ BJP നേതാക്കളുടെ കണക്കൂട്ടലാണ് യഥാർത്ഥത്തിൽ ഇത്രത്തോളം തെറ്റിപ്പോയെന്ന് തോന്നുന്നു. അവർ ഇന്നലെ വലിയ പ്രഖ്യാപനമൊക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷയിലായിരുന്നു. ഇന്നിപ്പോൾ അശ്വിനി വൈഷ്ണവ് വാർത്താ സമ്മേളനം നടത്തുമ്പോഴും മലയാളി മാധ്യമപ്രവർത്തകരെ പ്രത്യേകം വിളിച്ചപ്പോഴൊക്കെ പ്രതീക്ഷിച്ചു കേരളത്തിൻ്റെ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നു. അവിടെയും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. കേന്ദ്ര ഭരണവും നമ്മുടെ പൊതുവേദിയും ഒരുപോലെ എന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് പറഞ്ഞോളൂ. 4:01 മുതൽ ഡയറക്റ്റ് ഇപ്പൊ 4:35 കഴിഞ്ഞ് കിട്ടിയപ്പോ എന്റെ കൈയൊക്കെ പോയി. ആപ്പാടെ വല്ലാണ്ട് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, ബെല്ല് ഒരുപാട് പ്രാവശ്യം റിങ് ചെയ്യുന്നു, എന്നിട്ട് എടുക്കുന്നില്ല. ശ്രീ ശശിധരൻ, അതെ, ഞാൻ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 4 ലൈനുകളിലുള്ള 4 പേരെയാണ് എപ്പോഴും നിർത്തുന്നത്. 4 ലൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബെല്ലടിക്കുന്ന എടുക്കില്ല. അതിനുശേഷം പിന്നീട് അതിനകത്ത് 1-2 പേരുടെ കട്ടായി കഴിയുമ്പോൾ വീണ്ടും അടുത്ത 2 പേരെ എടുക്കും. അങ്ങനെ 4 പേരെ നിർത്തിയാണ് നമ്മൾ പോകുന്നത്. ബ്രേക്കിന് മുന്നോടിയായിട്ടാണെങ്കിൽ ചിലപ്പോൾ ആ 4 പേരിൽ എണ്ണം കുറയ്ക്കും. അതാണ് ചെയ്യുന്നത്. അല്ലാതെ ഇടയ്ക്ക് ബെല്ലടിച്ചാലും എടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം അതാണ്. നമുക്ക് 10 പേരെ ഒന്നും ലൈൻ നിർത്താൻ കഴിയില്ലല്ലോ. ഈ വിഷയത്തെ പറ്റി പറയുമ്പോ ഈ കേരളത്തെ കേന്ദ്രം എഴുതി തള്ളിക്കഴിഞ്ഞു. കാരണം രാഷ്ട്രീയമായിട്ട് എന്ത് കൊടുത്താലും ഇവിടെ ആരും ഒന്നും ഒരു സീറ്റ് അവർക്ക് കൊടുക്കില്ല എന്നൊരു ബോധം അവരുടെ മനസ്സിൽ പെട്ടുപോയി. ഒരു വൈരനിര്യാതന ബുദ്ധിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഒരു സർക്കാരിനും ചേർന്ന കാര്യമല്ല. കാരണം BJPയുടെ ഒരു കേരളത്തോടുള്ള ഒരു വൈരാഗ്യ ബുദ്ധിയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമല്ലേ. ഏതെങ്കിലും ഒരു നല്ലൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അതേപ്പറ്റി പറയാറുണ്ട്. ഇത് ആമയുടെ പ്രശ്നം പറഞ്ഞാൽ ആമ പ്രതിഷേധിക്കാനൊന്നും പോവുകയല്ല. അഥവാ ഇനിയിപ്പോ ഈ പറഞ്ഞ് നടപ്പാക്കിയാലും അവർ ഡൽഹിയിലേക്കൊന്നും ചെല്ലിയെന്ന് അവർക്കറിയാം. ഈ പാർട്ടിക്കാരങ്ങനെയല്ല, രാഷ്ട്രീയക്കാരങ്ങനെയല്ല, അവർ ചോദിക്കും എന്ന് പറഞ്ഞതുപോലെ ഇത് ഒരു കാലത്തും കേരളത്തിൽ ഇത് ഗുണം പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ പരിഗണന തരുന്നു, ഞങ്ങൾക്ക് സീറ്റുകൾ കിട്ടുന്നു എങ്കിൽ മാത്രമേ ഉള്ളത്. അത് രാജീവ് ചന്ദ്രശേഖരന്റെ വായിന്ന അബദ്ധത്തിൽ അത് വന്നുപോയി. കേന്ദ്ര ഭരണം വരട്ടെ, അന്നേരം ശരിയാകുള്ളൂ എന്ന് പുള്ളി പറഞ്ഞത് ഇന്നലെ പറയുന്നത് കേട്ടു. അപ്പൊ ഇത് ഞാൻ ചോദിക്കുന്ന വേറൊരു സംശയം എനിക്കുണ്ട് കിരണേ. നമുക്ക് ഈ ഭരണഘടനാപരമായിട്ടുള്ള ഒരു ലംഘനമാണ് ഇപ്പൊ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുപോലെ കാണണമെന്നും എല്ലാവർക്കും ഒരുപോലെ അർഹതപ്പെട്ട കൊടുക്കണമെന്നൊക്കെ വ്യവസ്ഥാപിതമായ മാർഗങ്ങളില്ലേ. അപ്പൊ ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ സംവിധാനം ഇവിടെ നിയമപരമായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. വല്ല കോടതികളോ എന്തെങ്കിലും. അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് ശ്രീ ശശിധരൻ. അത് ഒരു സർക്കാരിന് എല്ലാവരെയും പരിഗണിക്കണമെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ പരിഗണന കൊടുത്തതിന് ഒരു റീസൺ ഒക്കെ പറഞ്ഞാൽ അതൊക്കെ കഴിയുമല്ലോ. അല്ലാതെ ഇതിപ്പോൾ ഒരു 10 രൂപ എടുത്ത് വെച്ച് 5 പേരുണ്ട്, 5 പേർക്ക് 2 രൂപ മുറിച്ചു കൊടുക്കുന്ന പരിപാടിയല്ലല്ലോ. അപ്പോൾ അതൊക്കെ ആനുപാതികമാണ്. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അതെ, നിയമപരമായിട്ടൊരു വശമില്ല. കാരണം നിയമപരമായ അതിന്റെ ആനുപാതിക വിഷയം തന്നെയാണ്. ഒരു ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ മറ്റു സംസ്ഥാനത്തിന് കൊടുത്തു, ഞങ്ങൾ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിനൊക്കെ ന്യായീകരിക്കാൻ കാര്യം ആ സംസ്ഥാനത്ത് മറ്റേത് കൂടുതലാണ്, അല്ലെങ്കിൽ അവിടെ പ്രത്യേകം വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല കാരണങ്ങൾ പറയാം. അതൊക്കെ ഒരു ഔചിത്യം എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നിയമപരമായി ഞങ്ങൾക്ക് തരാത്തതുകൊണ്ട് അത് കേസ് കൊടുത്താൽ അവർ കൂടി കൊടുക്കുക എന്നൊന്നും പറയാൻ അങ്ങനെ വരില്ല. അതെ, എന്നും തുടരാൻ പറ്റുമോ? ഇത് ലോകാവസാനം വരെ തുടരാൻ പറ്റുമോ? കാരണം നമ്മൾ ശക്തമായ പ്രതിഷേധം ഉയരണം. ശക്തമായ പ്രതിഷേധം ഉയരുമ്പോൾ ആർക്കും വഴങ്ങേണ്ടി വരും. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. കാരണം എന്താ പറയുക, പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല. അങ്ങനെയൊന്നും അല്ല ശ്രീ ശശിധരൻ. അങ്ങനെയൊക്കെ ഒരിക്കലും ആരും കുലുങ്ങില്ല എന്ന് പറഞ്ഞ ലോകത്തെ സർവാധിപതികളൊക്കെ അവസാനം കുലുങ്ങി വീണിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ അവർ തിരുത്തി നന്നാവും, അല്ലെങ്കിൽ കുലുങ്ങി വീഴുന്ന അവസ്ഥ. അതിന് ആരായാലും, ഏത് പാർട്ടിക്കാരനായാലും ആരായാലും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരാളുടെയും ശാശ്വതമായ നിലനിൽപ്പൊന്നുമല്ല ഒന്നും. ശ്രീ സന്തോഷാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശരിക്കും ന്യായീകരിക്കാൻ പോലും ഒരു പഴുത് കേരള നേതാക്കൾ കൊടുക്കാത്തതായി പോയല്ലോ ഈ കേന്ദ്ര ബജറ്റ്. മറ്റു കള്ളങ്ങളെ സാറേ നിങ്ങളെല്ലാം കൂടി പറഞ്ഞു. ഈ കവിഞ്ഞാണ് കേരളം ഇത്ര വലിയ നിലയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ CPM കൂടെ വിചാരിച്ചിട്ടല്ലേ നടന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.